ആദ്യത്തെ മുഖം MC ഖമറുദ്ദീൻ. 120-ലധികം കേസുകളുണ്ട്. ഇതുകൊണ്ട് സ്വർണ്ണ കപ്പൊന്നും കിട്ടിയില്ലെങ്കിലും ജ്വല്ലറി തട്ടിപ്പ് കേസിൽ പ്രതിയാണ്. പുള്ളി ചേർത്ത് പിടിക്കുന്ന കൊടി മുസ്ലിം ലീഗിന്റേതാണ്. ഹരിതവർണ്ണ അഴിമതി. മഞ്ചേശ്വരത്ത് നിന്നും കൊച്ചിയിലെത്തുമ്പോൾ കാണുന്ന മുഖം ഇബ്രാഹിം കുഞ്ഞിന്റേതാണ്. ആശുപത്രിയിലാണ്, അസുഖമാണ്, പക്ഷെ അറസ്റ്റിലാണ്. കള്ളപ്പണ കേസിലാണ് അകത്തായത്. ടൈറ്റാനിയം കേസ് ക്യൂലുണ്ട്. പച്ചക്കൊടി പിടിച്ചു കയറി മന്ത്രിപദത്തിലെത്തിയ പുതിയ നേതാവാണ്. അടുത്ത ആളും കൊച്ചിയിൽ തന്നെയുണ്ട്. K. ബാബു. ബാർക്കോഴ കേസിലാണ് പ്രശസ്തനായത്. ഇപ്പോൾ കുറ്റപത്രം നൽകി കാത്തിരിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ്. ആ കൊടിയിൽ പച്ചയ്ക്ക് പുറമെ 2 നിറങ്ങൾ കൂടിയുണ്ട്. കോൺഗ്രസിന്റേതാണ് കൊടി. അത് കഴിഞ്ഞ് നാഷണൽ ഹൈവേ വഴി തിരുവനന്തപുരം എത്തുമ്പോൾ സുന്ദര കളയപുരം വേറെ കാണാം. VS ശിവകുമാർ, മുൻ ആരോഗ്യമന്ത്രി. ആരോഗ്യം വർദ്ധിച്ചത് അഴിമതിയിലൂടെയാണ് എന്ന് മാത്രം. അനധികൃത സ്വത്ത് സമ്പാദന കേസാണ് ഇപ്പോഴത്തെ അന്വേഷണ വിഷയം. കോഴ കേസ് വേറെയുമുണ്ട്. ഇവരെ ആകെ പരാമർശിക്കുമ്പോൾ ആദ്യം പറയേണ്ട വേറൊരു പേരുണ്ട്. ദ വൺ ആൻഡ് ഓൺലി ഉമ്മൻചാണ്ടി. 5 വർഷം UDF മന്ത്രിസഭ നയിച്ചു എന്ന് പറയുന്നതിലുപരി 5 വർഷം അഴിമതി കൂട്ടത്തെ നയിച്ചു എന്ന് പറയുന്നതാവും കുറച്ചുകൂടി ഉചിതം. ഉമ്മൻചാണ്ടിക്കെതിരെയും കേസുകളുണ്ട്. സോളാർ കേസിൽ എത്ര ആരോപണം വന്നാണ്. സോളാർ കേസ് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന പ്രധാന കേസുകളിൽ ഒന്നാണ് ടൈറ്റാനിയം കേസ്. അടുത്തത് KM ഷാജിയാണ്. പ്രസംഗവേദികളിൽ ഗർജിക്കുന്ന സിംഹം. ഘോരഘോരം അഴിമതിക്കെതിരെ പ്രസംഗിക്കുന്ന ആൾ. പക്ഷേ അനധികൃത സ്വത്ത് സമ്പാദനം കൂടാതെ +2 നിയമനത്തിന് കോഴ വാങ്ങിച്ച കേസും ഇദ്ദേഹത്തിന്റെ പേരിൽ കിടക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചെന്ന് മൊഴി നൽകേണ്ടി വന്നു. മറ്റൊരു മന്ത്രിയുണ്ട്, AP അനിൽകുമാർ. ഇപ്പോൾ ഉരുകുന്നത് സോളാർ കേസിലാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ രഹസ്യമായി മൊഴി നൽകി പുറത്തു വന്നു. PT തോമസ് എന്നാണ് പേര്. കള്ളപ്പണ ഇടപാടിന് പുറമെ നിരനികത്തിയ കേസുമുണ്ട്. കൊച്ചിയിൽ കള്ളപ്പണ ഇടപാട് പിടിക്കാൻ ചെന്ന ഇൻകം ടാക്സ് ഓഫീസുകാരുടെ മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ഫെയർബാൻഡ് ഇപ്പോൾ പഴയ പോലെ ശബ്ദിക്കുന്നില്ല. അടുത്ത ടീം അനിൽ അക്കരയാണ്. അക്കര എന്നൊക്കെ ആണെങ്കിലും അഴിമതിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഇക്കരയാണ്. അഡാട്ട് ബാങ്ക് കേസാണ് പ്രധാനം. ഇത് പോരാതെ സ്വന്തം മണ്ഡലത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് കിടപ്പാടം നിഷേധിച്ചതുകൊണ്ട് ജനമനസ്സുകളിൽ അനിൽ അക്കര പ്രതിസ്ഥാനത്താണ്. കേരളത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ട വീരൻ ആരാ എന്ന ചോദ്യത്തിന് പച്ചപ്പടക്കാർക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ. MK മുനീർ. ഫാസിസ്റ്റുകൾക്കെതിരെ പുസ്തകം എഴുതി രഹസ്യമായി ചെന്ന് ഫാസിസ്റ്റുകളുടെ വോട്ട് കച്ചവടം ചെയ്യും. സ്വത്ത് സമ്പാദന കേസിൽ ഡയറക്ടറേറ്റിന് മുന്നിൽ വിശദീകരണം നൽകേണ്ടി വന്നിരിക്കുകയാണ്. കോഴിക്കോട് തന്നെ മറ്റൊരു മഹാനുണ്ട്. MK രാഘവൻ MP ആണ്. കോഴിക്കോട് നഗരത്തിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ തുടങ്ങാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് 5 കോടി രൂപ കോഴ ചോദിച്ചു. ഇത് ഒരു കേസ്. തെരഞ്ഞെടുപ്പിൽ അനുവദിച്ചിൽ കൂടുതൽ പണം ചെലവഴിച്ചു, അതായത് ഉത്തമമാണ്. 20 കോടി രൂപ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചെലവഴിച്ചു എന്ന് സ്വയം വിളിച്ചു പറഞ്ഞ് കേസിൽ കുടുക്കി പെട്ടിരിക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് VD സതീഷിന്റെ കേസ്. പുനർജനി എന്നൊരു പദ്ധതിയുണ്ട്. അതിനായി വിദേശത്ത് പോയി പണം ആവശ്യപ്പെട്ടു എന്നാണ് കേസ്. സ്പീക്കറിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ സതീശൻ ചെന്ന് വിജിലൻസിന്റെ മുന്നിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ എന്റെ ഒരാളുടെ പേര് വിട്ടുപോയി എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. വിട്ടുപോയതല്ല, പറയാതെ തന്നെ അദ്ദേഹം ഈ സ്ഥാനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടല്ലോ. ടൈറ്റാനിയം കേസ്, ബാർക്കോഴ കേസ്, ഹരിപ്പാട് മെഡിക്കൽ കോളേജ് കേസ്. പറഞ്ഞു വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ്. അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ ചെന്നിത്തല ഇപ്പോൾ അഴിമതിക്ക് ഒരു വോട്ട് എന്ന് മാറ്റേണ്ടി വന്നിരിക്കുന്നു. അഴിമതിയുടെ പ്രഭവ കേന്ദ്രങ്ങളിൽ തങ്ങൾ തന്നെയാണെന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു. താൻ കൂടാതെ തന്റെ ഭാര്യയുടെ പേര് കൂടി അഴിമതി കേസിൽ പരാമർശിക്കപ്പെട്ടപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ശേഷിക്കുന്ന സടയും ഒഴിഞ്ഞുപോയി. ഇനി പറയാനുള്ളത് കൊച്ചിയുടെ കഥയാണ്. ഇത് പറയുമ്പോൾ കൊച്ചിക്കാർ വിഷമിക്കേണ്ട, കാരണം കൊച്ചിയിലുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ കഥയാണ്. നിയമസഭയിൽ തനിക്കെതിരെ ആരോപണം വന്നപ്പോൾ താൻ ഉന്നയിച്ചതെല്ലാം ഒരു രാഷ്ട്രീയ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നും ഇത് പറഞ്ഞ് തന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ VD സതീശൻ PT തോമസിനേക്കാളും ഒട്ടും മോശക്കാരനല്ല. അടുത്ത കഥയിലെ നായകൻ സതീശനാണ്. സതീശൻ കഞ്ഞിക്കുഴിയല്ല, VD സതീശൻ. കഥ